നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലക്ഷക്കണക്കിന് ഭക്തരെ ദുരിതദോഷങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇത്തവണ 2026 മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്. മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്നു. കുടുംബത്തിലെ ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കും വേണ്ടി ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ച് പൊങ്കാല വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകയായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ചെയ്യാൻ പാടില്ലാത്തവ ഏതെല്ലാമാണ്, ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ആദ്യം തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുൻപ് വ്രതം ആരംഭിക്കണം എന്ന് നോക്കാം. പൊങ്കാല ഇടുന്നവരെല്ലാം തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. കാപ്പുകെട്ടു മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. എന്നാൽ എല്ലാവർക്കും 9 ദിവസം വ്രതം എടുക്കുവാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ കുറഞ്ഞത് പൊങ്കാലയ്ക്ക് 3 ദിവസം മുൻപെങ്കിലും വ്രതം എടുക്കേണ്ടതാണ്. നമ്മുടെ ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ പവിത്രമാക്കുന്നതാണ്. ഇനി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. വ്രതം എന്നാൽ ഭക്ഷണത്തിന് നിയന്ത്രണം മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ്. വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സർവ്വ ദുരിതവും മാറ്റിത്തരണമേ, അനുഗ്രഹം ചൊരിയണമേ, നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ, ദൃഷ്ടിദോഷം, വിളിദോഷം, ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആഹാരത്തിന് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് തന്നെ തോന്നില്ല, ക്ഷീണവും വരില്ല. ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം വിശക്കുമ്പോൾ ഫലവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് പേർ വ്രത ദിവസങ്ങളിൽ, അതായത് പൊങ്കാലയുടെ തലേ ദിവസം ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാൽ പൊങ്കാലയുടെ തലേ ദിവസം ഒരു നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കേണ്ടത്. ചിലർ വ്രതം എടുക്കുന്ന 3 ദിവസങ്ങളിലും ഒരിക്കൽ എടുത്തുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കാറ്. ഏത് രീതിയിൽ വ്രതം എടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇനി വ്രതം എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുകയും വേണം. വ്രതം എടുക്കുന്നവർ മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം. അതുപോലെ തന്നെ ബ്രഹ്മചര്യവും അനുഷ്ഠിക്കേണ്ടതാണ്. വ്രതം എടുക്കുന്നവർ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ദേവി സ്തോത്രനാമാദികൾ ചൊല്ലേണ്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. ഇനി പൊങ്കാല സമയത്ത് കോടി വസ്ത്രം തന്നെ ധരിക്കണോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. ഇതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങളും ധരിക്കാവുന്നതാണ്. ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് ഏറ്റവും പ്രധാനം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടുവാൻ. മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടുവാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം. അതുപോലെ തന്നെ പുല വാലായ്മയുള്ളവർ പൊങ്കാലയിടരുത്. പ്രസവിച്ചവർ 90 കഴിഞ്ഞേ പൊങ്കാലയിടുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞ് നിങ്ങൾക്ക് പൊങ്കാലയിടാവുന്നതാണ്. ഇനി പൊങ്കാല അടുപ്പ് കൂട്ടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുംഭച്ചൂടയേറ്റ് തിളച്ചുമറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത്. പൊങ്കാലയിടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരിങ്ങ, ചെറുപയർ, കശുവണ്ടിപ്പരിപ്പ്, എള്ള്. ഇത്രയുമാണ് പൊങ്കാലയ്ക്ക് ആവശ്യമുള്ളത്. ഇനി പൊങ്കാലയ്ക്ക് തീ പകരും മുമ്പേ അടുപ്പിന് മുമ്പിൽ വിളക്കും നിറനാഴിയും വെക്കേണ്ടതാണ്. ദേവതാ സാന്നിധ്യ സങ്കല്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെക്കേണ്ടത്. അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും
ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണേ എന്നും പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വെക്കുന്നത്. പൊങ്കാലയിടുമ്പോൾ ആദ്യം അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തണം. ഇനി പൊങ്കാല തിളച്ചു തൂകുന്ന ദിശകളുടെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം. ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നാണ് വിശ്വാസം. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും. ഇനി പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല. നവഗ്രഹ ഭജനം നന്നായി വേണമെന്ന് സാരം. ഇനി പൊങ്കാല നിവേദ്യം തയ്യാറാക്കുമ്പോൾ മണ്ടപ്പുറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റ് നടത്തേണ്ടത്. ദേവിയുടെ ഇഷ്ട നിവേദ്യമാണിത്. ഇനി തിരളിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദേവീ ദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണിത്. ഇത് സമർപ്പിക്കുന്നതിലൂടെ കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. പണ്ടുകാലങ്ങളിൽ നേദിച്ച ശേഷമാണ് ആഹാരം കഴിച്ചിരുന്നത്. ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദ ഊട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ് പൊങ്കാലയ്ക്ക് ശേഷം ആ ദിവസം കുളിക്കാമോ എന്ന്. പൊങ്കാലയും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത്. ദേവീ ചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മാത്രം മതി. ഇനി പൊങ്കാല സമർപ്പിക്കുമ്പോൾ പുത്തൻ കലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം. മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ്. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചു മറയുന്നു. മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യം എന്നീ ദുഷ്ടതകളാൽ മറച്ചു വെച്ചിരിക്കുന്നു. ഇവ തിളച്ചു മറിഞ്ഞ് ആവിയാക്കി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതാണ്. ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ. ദേവി പാദ പത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. സൂര്യൻ്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റേത്. കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത്. പൊങ്കാലയിട്ട മൺകലം തിരികെ വീട്ടിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ട് വെക്കാവുന്നതാണ്. ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിടണം. നിത്യവും അന്നത്തിന് ബുദ്ധിമുട്ട് വരരുതേ എന്നും നല്ലതുപോലെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ അന്നത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. ഇനി പൊങ്കാലച്ചോറ് ബാക്കി വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകേണ്ടതാണ്. അഴുക്ക് ചാലിലോ കുഴിയിൽ ഇടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത്. ശുദ്ധിയുള്ള ഒഴുക്കുവെള്ളത്തിലിട്ടാൽ അത് മീനിന് ആഹാരമാകും. അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കും കൊടുക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടുവാൻ സാധിക്കാത്തവർ വീട്ടിൽ പൊങ്കാലയിട്ടാൽ ക്ഷേത്രത്തിലിടുന്ന അതേ ഫലവും ലഭിക്കുന്നതാണ്. സ്വന്തം വീടിന് മുന്നിലോ സ്ഥാപനത്തിന് മുന്നിലോ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാലയിടാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടുവാൻ കഴിയാത്തവർക്ക് ഗൃഹ ഐശ്വര്യത്തിനും വാസ്തു ദുരിതത്തിനും പരിഹാരമായി വീട്ടിൽ പൊങ്കാലയിടാവുന്നതാണ്. പൊങ്കാലയിടുമ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ 4 നാമങ്ങൾ പൊങ്കാല സമയത്ത് ജപിച്ചുകൊണ്ടേയിരിക്കണം. 428 നാമമായ പഞ്ചകോശാന്തരസ്ഥിതായേ നമഃ ശരീരത്തിൽ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ 5 കോശങ്ങൾക്കുള്ളിലാണ് ദേവിയായ പരമാത്മാവ് കുടികൊള്ളുന്നത്. ശരീരമായ ശ്രീചക്രത്തിലും 5 കോശങ്ങളുണ്ട്. ഭൂമണ്ഡലത്തെ കുറിക്കുന്ന അന്നമയ കോശം, സ്ഥൂലാവസ്ഥയിലും ആകാശതത്വത്തെ കുറിക്കുന്ന ആനന്ദമയ കോശം സൂക്ഷ്മാവസ്ഥയിലും പ്രവർത്തിക്കുന്നു. അത്യന്തം ശാസ്ത്രീയമായ സിദ്ധാന്തത്തെ പൊങ്കാല സമർപ്പണമായി ദേവിക്ക് നൽകുമ്പോൾ
പഞ്ചകോശങ്ങൾ പുണ്യാത്മാക്കളുടെ ശരീരത്തിൽ നിലനിർത്തുന്നു. ഇനി 480 നാമം. പായസാന്ന പ്രിയായേ നമ. ദേവി ദേവന്മാർക്ക് വളരെ ഇഷ്ടമായ പായസം ദേവിക്ക് നമസ്കാരമാണെന്നർത്ഥം. ഇനി 501 നാമം. ഇവ കൂടാതെ സർവമംഗളമംഗല്യേ എന്നതും ദേവി പ്രസീദേ ദേവി പ്രസീദേ എന്ന് ചൊല്ലിയും സമർപ്പിക്കുക. ഇനി ആറ്റുകാൽ പൊങ്കാലയിടുവാൻ ഏതു വിറകാണ് വേണ്ടത്, ഏത് നിറത്തിലെ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുകൂടി നോക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആചാരപരമായി എല്ലാ വിറകും ഉപയോഗിക്കാൻ പാടില്ല. കൽപ്പവൃക്ഷം, ക്ഷീരവൃക്ഷം എന്നിവ കൊണ്ട് പൊങ്കാല അടുപ്പ് കത്തിക്കണം എന്നാണ് വിധി. തെങ്ങ് കൽപ്പവൃക്ഷമാണ്. അതിൻ്റെ ഏതു ഭാഗവും ഹോമങ്ങൾ പോലെയുള്ള ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. തെങ്ങിൻ്റെ കൊതുമ്പ്, ചൂട്ട് എന്നിവയാണ് പരക്കെ ഉപയോഗിക്കുന്നത്. പ്ലാവിൻ്റെ ഉണങ്ങിയ കമ്പും ഉപയോഗിക്കാവുന്നതാണ്. ക്ഷീരവൃക്ഷങ്ങളായ അത്തി, അരയാൽ, പേരാൽ എന്നിവയും നല്ലതാണെങ്കിലും ദേവദാരുവാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതാണ് അതിൻ്റെ ചിട്ട. പരമ്പരാഗതമായി ചെയ്യുന്നതും അതാണ്. മറ്റ് നിവൃത്തിയില്ലെങ്കിൽ കഴിയുന്നത് പോലെ ശുദ്ധി വരുത്തി ഉപയോഗിക്കാവുന്നതാണ്. പൊങ്കാലയിടുമ്പോൾ പുതിയ കോടിവസ്ത്രം അല്ലെങ്കിൽ അലക്കി വൃത്തിയാക്കിയ കോടിവസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മറ്റു നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലും യാതൊരു തെറ്റുമില്ല. പൊങ്കാല വ്രതം അനുഷ്ഠിക്കുന്നവർ ലളിത സഹസ്രനാമം, ആറ്റുകാൽ അമ്മയുടെ അഷ്ടോത്തരം, ശ്രീ ഭദ്രകാളി അഷ്ടോത്തരം, ദുർഗാ സപ്തശതി ശ്ലോകി, ഭദ്രകാളി 10 തുടങ്ങിയവ ജപിച്ചും ദേവി മാഹാത്മ്യം, ദേവി ഭാഗവതം തുടങ്ങിയവ വായിച്ചും സാക്ഷാൽ ജഗദംബികയിൽ മനസ്സുറപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആറ്റുകാലമ്മയിൽ മനസ്സർപ്പിച്ച് പൂർണ്ണഭക്തിയോടും വിശ്വാസത്തോടും കൂടി പൊങ്കാല സമർപ്പിച്ചാൽ 100% നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവതി നടത്തിത്തരുന്നതാണ്. എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.